ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾക്കൊരു വീക്ക് ഓഫ് ഡേ കിട്ടിയ ദിവസമാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് തകർക്കാൻ പോവാണ്. സാധാരണയുള്ള ഞങ്ങളുടെ ദിവസം ഓഫീസ്, വീട്, രാത്രി ഓർക്കാൻ വയ്യ. ഭക്ഷണം കഴിക്കുന്ന തന്നെ കുറച്ച് ഇന്ന് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഭക്ഷണമൊക്കെ കഴിച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി. അല്ലേ വീക്ക് ഓഫ് ഡേ കിടന്നുറങ്ങുക കഴിക്കുക ഇതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു 2 ആഴ്ച കൊണ്ട് ഞങ്ങക്ക് രാവിലെ പോന്നു, രാത്രി വരുന്നു, രാവിലെ പോന്നു, രാത്രി വരുന്നു. ഓഫീസ്, വീട്, ഇതല്ലാതെ ഒരു പരിപാടിയില്ല. വീട് പോലും വൃത്തിയാക്കലും ഒന്നും ഇല്ല. വേറൊരു വീഡിയോ കാണിക്കുന്നതാണ്. ഞങ്ങൾ തന്നെ ചായ അടപ്പത്ത് വെച്ചു, നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇവിടെ പിന്നെ മഴയും വരുന്നുണ്ടല്ലോ. മഴയും വെയിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇവിടെ നാട്ടിൽ തകർത്ത് മഴ പെയ്യുമ്പോ ഇവിടെ മഴയെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു. എന്നിട്ട് മെനഞ്ഞാന്ന് അതിന്റെ തലേന്നുമാണെന്ന് തോന്നുന്നു ചെറുതായിട്ടൊന്ന് മഴ പെയ്തത്. അതും രാവിലെ മഴ പെയ്തത്. ഞങ്ങൾ എഴുന്നേൽക്കുന്നതിനൊക്കെ മുമ്പേ മഴ പെയ്ത. അതുകൊണ്ടാണ് അവൾക്ക് മഴക്കോള് കണ്ടതിന്റെ പ്രാന്ത. ഞാൻ കാണിച്ചു തരാം മഴക്കോള്. ഇത് കണ്ടിട്ട് അവള് പറയുന്ന മഴക്കോളാണെന്നാണ്. പക്ഷെ എനിക്ക് കണ്ടിട്ട് വെയില് ഇങ്ങനെ മങ്ങി നിക്കുന്ന അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ലക്ഷ്മി, നിനക്ക് ആ വെയിലിനെ കുറിച്ച് പറയാനുള്ളത്? നോക്ക്, കഷ്ടം. ഭയങ്കര മഴക്കോളം ഉണ്ട്, ഭയങ്കര സന്തോഷത്തിൽ. ഇവിടെ മഴയും വെയിലും ഉണ്ടെന്ന് പറഞ്ഞ ആളാ നിക്കുന്നത്. ലക്ഷ്മി പറഞ്ഞ മഴക്കോളാണിപ്പം വെയിൽ കത്തി നിക്കുന്നത്. അങ്ങനെ ചോറും മുട്ടക്കറിയും ഞങ്ങള് കഴിച്ചു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തിയാക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. കുറച്ചുകൂടെ വൃത്തിയാക്കാന്, തറയൊക്കെ തുടയ്ക്കണം. കിടക്കുന്ന നോക്ക് ഇല്ലേ, അവിടെയൊക്കെ ഇനി വൃത്തിയാക്കാനൊക്കെ ഉണ്ടില്ലേ. അപ്പൊ ഇതൊക്കെ ചെയ്ത് തീർക്കൂന്ന് അറിഞ്ഞൂടാ. ലക്ഷ്മി ഈ ക്യാമറയിൽ കൂടെ മഴ പെയ്യുന്നെന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാണാൻ പറ്റുന്നില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അവളെ കളിയൊക്കെയാണ് മഴ പെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട്. വീണ്ടും ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ചിട്ട് ഇതിലിപ്പോ 2ാമത്തെ ട്രിപ്പാണ്. തുണി വീടിനകത്തുള്ള എല്ലാ ജോലിയും കഴിഞ്ഞ് കുളിച്ച് ക്ഷീണിച്ച് അവശരായിട്ടിരിക്കുക. ഇനിയൊന്ന് വേണം. ഇപ്പൊ മഴയുടെ ഒരു ഇങ്ങനെ ഇപ്പൊ പെയ്യും, നാളെ പെയ്യും എന്നുള്ള ഒരു ക്ലൈമറ്റ് നിൽക്കുകയാണ്. മഴ പെയ്യായിരിക്കും പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് രക്ഷയില്ല. നല്ല ഞങ്ങൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വൈകിട്ട് ഇതേപോലെ ഒരു ക്ലൈമറ്റ് കാണുന്നത് ശരിക്കും. കാര്യം എന്ന് രാവിലെ 8 മണിയുടെ ബസ്സിന് പോയി വൈകിട്ട് 8 മണിയുടെ ബസ്സിന് തിരിച്ചു വരുന്ന കാരണം ഞങ്ങൾ ഈ ക്ലൈമറ്റ് ഒന്നും ഇതുവരെ കണ്ടിട്ടുമില്ല. ഈ സമയത്ത് ഈ വീട്ടിൽ നിന്നിട്ടുമില്ല ഇതുവരെ. ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. പക്ഷെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇനി ഒന്ന് കുണ്ടത്തൂര് വരെ പോണോന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ. അപ്പൊ ടാറ്റ. ഇന്നത്തെ വ്ലോഗ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. കാര്യം ഞങ്ങള് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ഷൈ ആണ്. ഒരു ഹെഡ്സെറ്റും എടുത്ത് കാതി വെച്ച് ആരെയും മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ അങ്ങ് പോത്തേ ഉള്ളൂ. അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ചമ്മലും മടിയും ഉണ്ടായതുകൊണ്ട് ഇന്നുകൊണ്ട് ഇവിടെ വീഡിയോ നിർത്തുന്നു. എന്നാറിന് വീഡിയോ വരാതിരിക്കത്തില്ല. ഇനി പക്ഷെ ഞങ്ങളുടെ കൂടെ 2 പേരൂടെ ഉണ്ടായിരിക്കും. നാളെ നേരം വെളുക്കുമ്പോൾ ഞങ്ങളുടെ റൂമില് ഞങ്ങൾ 2 പേരും മാത്രം ആയിരിക്കത്തില്ല. അതിന് വിഷമമൊന്നുമില്ല, എന്നാലും ഇത്രേ ഉള്ളൂ. പക്ഷെ ഹാപ്പിയാണ്. പുതിയ ആൾക്കാരും വരട്ടെ. ലൈഫല്ലേ, പഠിക്കട്ടെ. ഞങ്ങൾ കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും. അതെ, ഇനി അങ്ങോട്ട് തുടർന്ന് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പൊ സപ്പോർട്ട് ചെയ്യാ. വേറെ എന്താ പറയാനുള്ളത്? അത്രേ ഉള്ളൂ. ബൈ ബൈ.